സ്റ്റക്കാണോ? ഒരു ജീവിതത്തിൻ്റെ ഒരു എസ്കേപ്പ് ആഗ്രഹിക്കുന്നുണ്ടോ? ഞാനും ആഗ്രഹിച്ചതാ ഒരുപാട്. ഇതൊന്നല്ല ജീവിതം. അതേപോലെ ഈ നമ്മളെ ഐഡൻറ്റിറ്റി സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ ആരാന്ന് നമുക്ക് അറിയാതിരിക്കുക, വീട്ടിൽ വേറെ, കൂട്ടുകാരുടെ അടുത്ത് വേറെ, നമുക്ക് തോന്നുന്ന ഫീലിംഗ് വേറെ, ആകെ കൺഫ്യൂഷൻ ആയിരിക്കും. അതിൻ്റെ കൂടെ ഈ സ്റ്റിമുലേഷൻ, ഈ മൊബൈല്, പിന്നെ ഫ്രണ്ട്സ്, അതൊന്നും ബാഡല്ല, നമ്മൾ കറക്റ്റായിട്ട് അളവിന് യൂസ് ചെയ്യണം. പക്ഷേ നമ്മളെ സിറ്റുവേഷൻ കൊണ്ട് നമ്മളത് മിസ്യൂസ് ചെയ്ത് അതിൽ അഡിക്ഷനായി പോവുക ചെയ്യുക. പിന്നെ ഈ ഒരു എസ്കേപ്പ് എന്നുള്ളത് ബിഗ്ഗർ ലെവലിൽ ചിന്തിച്ചാൽ ചില ആൾക്കാർ എന്ത് ചെയ്യും, നാട് വിടും. ചില ആൾക്കാർ സൂയിസൈഡ് ചെയ്യും. ഇപ്പോഴൊക്കെ ഭയങ്കര കൂടിയിട്ടുണ്ട്. എൻ്റെ ഒരു ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് അടക്കം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ മരിച്ച്. ഇപ്പോൾ അടുത്ത് എൻ്റെ അനിയൻ്റെ ഫ്രണ്ട് സൂയിസൈഡ് ചെയ്ത്. അപ്പോൾ ഇവർ രണ്ടുപേരും എനിക്ക് പേഴ്സണലി ഒരാൾ നന്നായിട്ട് അറിയുന്ന, മറ്റേ ആളെ എൻ്റെ അനിയനെ അറിയുന്ന, ഇവർക്ക് രണ്ടുപേർക്കുള്ളൊരു കോമൺ ഫാക്ടർ എന്ന് വെച്ചാൽ ഗംഭീര ആർട്ടിസ്റ്റാണ്. ഈ വേൾഡിനെ ഒന്നുകൂടി സൂപ്പറായിട്ട് കാണാൻ കഴിയുന്ന ആൾക്കാരാണ്. ബട്ട് സ്റ്റിൽ അവരിത് ചെയ്തു പോവാണ്. അതിൻ്റെ മെയിനായിട്ടുള്ളൊരു പ്രോബ്ലം ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ അവർ ഉദ്ദേശിക്കുന്നൊരു ലോകമല്ലത്. മനസ്സിലായോ? അവരുദ്ദേശിക്കുന്ന നന്മയുള്ള, അല്ലെങ്കിൽ വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള അതൊന്നുമല്ല. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മളെല്ലാം പോലെ അൺപ്രഡിക്റ്റബിൾ ആണ് പരിപാടിയൊക്കെ. അപ്പോൾ ആകെയുള്ളൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മളറിയുക, നമ്മളെ പർപ്പസ് അറിയുക. നമ്മളീ കാണുന്ന പുറത്തുള്ള ആൾക്കാർ പറയുന്നതോ ഇതൊന്നുമല്ല നമ്മളൊരു പർപ്പസ് എന്ന് പറയുന്നത്. ഒരു ഹ്യൂമൺ എന്നുള്ളൊരു ഒരു കൺസെപ്റ്റ് മാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് വരുന്ന ഒരു പർപ്പസ് ഓഫ് ലൈഫ്, അതെ, പർപ്പസ് ഓഫ് ലൈഫ് എന്താണെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ലിവ് ചെയ്യുക. കുറച്ച് കാലം ഇവിടെ ഉണ്ട്, അത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ഗുഡാണെങ്കിലും ബാഡാണെങ്കിലും ഒന്ന് ജസ്റ്റ് വിറ്റ്നസ് ചെയ്യുക. പിന്നെ നല്ല രീതിയിൽ എല്ലാവരെയും കണക്ഷനിൽ നിൽക്കാൻ ശ്രമിക്കുക. നമുക്ക് എസ്കേപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷന് നമ്മൾ ഫ്ലൈറ്റ് ഓർ ഫൈറ്റിൽ വരുന്നതാണ്. അതായത് ഒന്നെങ്കിൽ ഫൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ പോവുക എന്നുള്ളത്. ഇത് രണ്ടും അല്ലാത്ത ഒരു എന്താ പറയുക, ഒരു വൈസ് മോഡിലേക്ക് വരണം നമ്മൾ. അത് ഭയങ്കര കുറച്ച് ഹാർഡാണ്, പക്ഷേ നമ്മളെ ഉള്ളിൽ ഉണ്ടായിരുന്നൊരു സാധനമാണ്. അപ്പോൾ എല്ലാവരും ഇതിൽ നിന്നൊരു എസ്കേപ്പിന് വേണ്ടിയിട്ട് ചിലപ്പോൾ കഞ്ചാവ് അടിക്കും, അല്ലെങ്കിൽ വല്ല മാജിക് മഷ്റൂം അടിക്കും. കുറച്ചുകൂടി സ്പിരിച്വൽ കണക്ഷൻ ആവാൻ വേണ്ടിയിട്ട് പലരും ചെയ്യുന്നതാണ്. എൻ്റെ കോളേജിൽ കർണാടക പഠിക്കുന്ന സമയത്ത് ഞാനും ഒരു ക്യൂരിയോസിറ്റിൻ്റെ പേരിൽ, അവിടെ പിന്നെ അത് പ്രശ്നമൊന്നുമില്ല, കർണാടക ആയതുകൊണ്ട് ഞാൻ വലിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് റിലാക്സേഷൻ ഉണ്ടാവും, കുറച്ചൊരു നമ്മൾ ഈ ചാവോസ് എന്നൊക്കെ തിരക്കുകളിൽ നിന്നൊക്കെ ഒന്ന് ഇതാവും. പക്ഷെ അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ മറ്റേതൊരു സാധനം പോലെ തന്നെയും നമുക്ക് ആ ഒരു ടൈപ്പ് ഓഫ് നമ്മളൊരു ജീവിതം ഉണർത്തണമെങ്കിൽ, അല്ലെ ആ ഒരു റിലാക്സേഷൻ ഉണർത്തണമെങ്കിൽ ആ സാധനം വേണ്ടി വരികയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു സ്റ്റിമുലേഷൻ എക്സ്ട്രാ ഒരു പുതിയൊരു സാധനത്തിന് വേണ്ടി വീണ്ടും അടിമാവുകയാണ്. ഒരു മനുഷ്യൻ എന്ന് വെച്ചാൽ എക്സ്ട്രീം സ്വാതന്ത്ര്യമാണ് വേണ്ടത്. അതില്ലാത്തടത്ത് അവന് വളരാൻ കഴിയില്ല. ഒരു ചെടി പോലെ അവനൊരു സൂര്യപ്രകാശം അല്ലെങ്കിൽ ഒരു ഓക്സിജൻ വേണ്ടിയൊരു മനുഷ്യനാണ്. അപ്പോൾ നമ്മളൊരു സാധനമോ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സാധനം നമ്മളെ മുറുക്കാൻ പാടില്ല. നമുക്ക് പറക്കാൻ പറ്റണം, അറ്റ്ലീസ്റ്റ് ശ്വാസം വിടാൻ പറ്റണം. അപ്പോൾ ശരിക്കുള്ള ഒരു എന്താ പറയുക, ലൈഫിൽ വേണ്ടിയെന്ന് വെച്ചാൽ മനുഷ്യനായി ജീവിക്കുക. വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും കൊടുക്കാതെ നമ്മളതായ രീതിയിൽ നമുക്ക് പോകാൻ പറ്റണം.